വേറൊരു ഇവിടാണോ കൊന്നു ഇതാണ് ആള്. ഹലോ 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 സാർ അങ്ങോട്ട് നോക്കുക, റൈറ്റ് സൈഡിലോട്ട് പോയാൽ മതി, പാർക്കിങ്ങിലോട്ട് വണ്ടി ഇടാം. നേരെ നെറ്റിലെ പോഴ ടി വി വന്നിട്ടുണ്ട്. ടർഫ് കാർഡാ എന്ത് അങ്ങനെ ടർഫ് കാർഡൊക്കെ വാങ്ങണം എന്നൊക്കെ പറയണ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ എന്താണ് കിട്ടിയ അറിവ് കേട്ടാ. ടർഫ് കാർഡൊക്കെ വാങ്ങണം എന്ന് പറയണത് നമുക്ക് ഇതൊന്നുമില്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു തോന്നുന്നു. പിന്നെ അവർ ഒഴിവാക്കും. അതെ നമ്മളെ നമുക്ക് കയറാവത്തോട്ടെ രണ്ടാക്കെ കേറാൻ പറ്റുള്ളൂ. അപ്പം പോയിട്ട് കോ ലീഡർ അവൈലബിൾ അല്ല. ഒരു മെമ്പറിന് വരാന്ന് പറഞ്ഞായിരുന്നെന്ന് അറിഞ്ഞേ. പോയിട്ട് അപ്പം പോയിട്ട് ഞാൻ അവിടെ എന്തോ മറ്റേ സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ടർഫ് കാർഡ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി വല്ലതും ഉണ്ടോ? നാളെയാണ്. എവിടേക്കാ? നാളെ വാറുള്ളൂ. ഞാനും കുറച്ചൊന്ന് സ്ഥലം വരെ പോയിട്ട് ഇല്ല അപ്പൊ ബസ്സിലോട്ട് എൻ്റർ ചെയ്തോളാം. ഓക്കെ കൊണ്ടുവരാ നമ്മളാണ് ഡ്രൈവർ. കേറിക്കോ. എപ്പം കാണുന്നുണ്ടോ അവിടെ? ഞാൻ ഓടിക്കണോ വണ്ടി? വേണ്ട, ഞാൻ വിളിച്ചോളാം. ഇങ്ങനെ കണ്ടിരിക്കാം. സത്യം അപ്പൊ അവരാണത്. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറിപ്പോ വരണല്ലേ? ബസ് എടുക്കാൻ ഇതിപ്പോ എവിടേക്ക് പോണം നമ്മളെ? ഇതിനൊക്കെ എന്തെങ്കിലും പറയറിഞ്ഞിട്ടാണ് ഈ വണ്ടി കയറിയിരിക്കണേ. ഇല്ല അണ്ണൻ, നമുക്ക് എന്താ പറയാ, അണ്ണന് എല്ലാം അറിയായിരുന്നു. അണ്ണാ എന്തോ സാധനമൊക്കെ വാങ്ങണം എന്നാണ് കിട്ടിയ അറിവ്. ഇതിപ്പോ നമ്മളെവിടെ എവിടേക്കാ പോണേ? ഹലോ, മിസ്റ്റർ എക്സിന്റെ മാമന്റെ വീട്ടിലോട്ട് എന്തൊക്കെ അറിയണം. എനിക്ക് പകുതി റോഡ് കണ്ടുകൂടാ, പകുതി പാലം. ഇപ്പൊ വന്ന് പാലോ? പകുതി പാലം വരുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ വന്ന്. എന്തെങ്കിലും അറിയാവുന്ന ഒരുത്തിനെ വിളിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു. എനിക്കും ഒന്നും അറിഞ്ഞൂടാ. അണ്ണാ നമുക്കെല്ലാം അറിയാം. നമ്മളല്ല എല്ലാം അറിയുന്നത്. ടർഫാണ്. നമ്മളെ ദേശം ഇവരെ എസ്കോർട്ട് ചെയ്യുക അകത്തോട്ട്. അവിടെ ആളൊന്നുമില്ല, എസ്കോർട്ട് ചെയ്യാൻ ആളൊന്നുമില്ല അണ്ണൻ. അവിടെ സ്റ്റെയറിന്റെ അവിടെ വരെ പോയി നിൽക്കാം. ഹലോ, ടി വി നിന്നാണ്. ടി വി കേൾക്കുന്നില്ല. സൗണ്ട് ക്ലിയർ അല്ല. കാര്യങ്ങളുണ്ടെങ്കിൽ ഹോട്ട് ബാർന്ന് മാറ്റിയിടുക. റേഡിയോ 230 കേറി 230 സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കേ. നമ്മുടെ പേര് വല്ല ഇടണം ഇങ്ങനെ, ലൈക്ക് ഗാങ്ങിന്റെ വല്ല ടാഗ്. ഓക്കെ. ലവ് ഫ്രം ഗെയിമിംഗ്. അത്രയുള്ള വെർട്ടെക്സ് വരും. താങ്ക് യു ഗാലഡി ഗൈസ്. നമ്മളെ ലേറ്റായി പോയി. അണ്ണങ്ങട് തിരിഞ്ഞ് എന്റെ ഫോണിലൊക്കെ ആര് വിളിക്കാൻ?
ഓഫ് ചെയ്യാം, മറ്റേ ഓർഡർ ചെയ്യാൻ എന്നൊക്കെയാണ്. എല്ലാം സെറ്റിൽ ഡൗൺ ആയോ? ഓക്കെ. Okay, so guys, like basically നമ്മുടെ ഇത് ആദ്യത്തെ റൗണ്ട് ഓഫ് ടർഫ് കോളിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സെറ്റപ്പിൽ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങളുടെ ലീഡേഴ്സിനും കോ ലീഡേഴ്സിനും മാത്രം നിങ്ങളുടെ ഗാങ്സിന്റെ ലോയൽറ്റി പോയിന്റ് കാണാൻ പറ്റും, റൈറ്റ്? അതെ. സോ വിത്ത് ദ ലോയൽറ്റി പോയിന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നേ ടർഫ് കാർഡ് വാങ്ങാൻ പറ്റും. പക്ഷെ 100 ലോയൽറ്റി പോയിന്റ് ആണ് ഒരു കാർഡിന്റെ വില. ഈ ലോയൽറ്റി പോയിന്റ് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? ലോയൽറ്റി പോയിന്റ് അടിച്ചിട്ട് ലോയൽറ്റി പോയിന്റ്സ് അടിച്ചാൽ മതി. നമുക്ക് എത്രയുണ്ട്? അപ്പൊ 100 പോയിന്റ് ആണ് ഒരു കാർഡിന്റെ വില. സോ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങളുടെ എത്ര കാർഡ് ഉണ്ട് എന്നുള്ളത്. കിട്ടിയോ? അങ്ങനെ ഒരു സാധനം അത് വിളിച്ചു പറയണ്ട, വെച്ചാൽ മതി. ലോയൽറ്റി പോയിന്റ്സ് അടിച്ചാൽ മതി. റൈറ്റില് മുകളിൽ കാണിക്കും. ഇതിപ്പോ എന്റെ സൗണ്ട് ഞാൻ മൈക്ക് സംസാരിച്ച നാട്ടുകാരെല്ലാരും കേൾക്കാൻ കേട്ടോ. ലോയൽറ്റി പോയിന്റ്സ് ഉള്ള സ്പേസ് കണ്ടുപിടിക്കണം. കിട്ടുണ്ടോ? നമുക്ക് എത്രയുണ്ട്? രഹസ്യം എന്നാ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ വേറൊരിടത്ത് പറയാം, നീ നോക്കി ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ലോയൽറ്റി പോയിന്റ് മുകളിലായിരിക്കും നമ്മള് ടർഫ് കാർഡിന് മുകളിലായിരിക്കും നമ്മുടെ ഓപ്ഷൻ വെക്കുന്നുണ്ടാവുക. ഓക്കെ. സോ ദ കൗണ്ട് ഓഫ് എത്ര കാലടി ഗൈസ് എല്ലാവർക്കും ലോയൽറ്റി പോയിന്റ് നോക്കിയിട്ട് എത്ര ലോയൽറ്റി പോയിന്റ് വെച്ച് കാർഡ് ഉണ്ടെന്നുള്ള ഒരു അസംഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഉണ്ട്. വേണല്ലോ പോപ്പി നമുക്കിപ്പം. നോക്കാം എത്ര ഉണ്ടെന്ന്. നോക്കി കഴിഞ്ഞില്ലേ? നമുക്ക് വലിക്കാൻ തോന്നുന്നല്ലേ? നമ്മൾ കുറവാണല്ലോ. എനിക്ക് ഹറാമല്ല. സത്യമായിട്ട് എന്റെ അത്ര ഉണ്ട് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യുമ്പോ എത്ര കാണിക്കണേ? അപ്പൊ നമ്മളാണ് കൂടുതല്. ആരും ഗോൾ അടിച്ചില്ലല്ലോ, ഒറ്റ ഗോള് മാത്രം. ആർക്കും എന്റെ അടുത്ത് സ്നേഹമില്ല. ഇതെവിടെ മേടിക്കാൻ കിട്ടും? ആണോ ബ്ലാക്ക് മാർക്കറ്റ് ആണോ? കൂടുതൽ എമൗണ്ടിന് കൂടുതൽ കാർഡിന് ഓപ്ഷൻ വിളിക്കുന്നത് അവരായിരിക്കും. ഇപ്പോ ആരുടെ കയ്യിലാണോ ടർഫ് ഉള്ള അവരായിട്ട് അഗേൻസ്റ്റ് വാറുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ KVക്ക് അഗേൻസ്റ്റ് KV ടർഫ് ആരാണോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിറ്റ് ചെയ്യുന്നത്, സോ ദേ വേഴ്സസ് KV ആയിരിക്കും ടർഫ് വാറുണ്ടാവുക. ക്ലിയർ ആണോ? പൈസ കൊടുക്കണം നമ്മള്. കാർഡ് വെച്ചാണ് ഓപ്ഷൻ ചെയ്യണം, മനസ്സിലായി? കാർഡ് പോയിന്റ്സ് വിളിക്കാം. ഇവരൊക്കെ എന്ത് നമുക്ക് ഓപ്ഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഓപ്ഷണൽ ഉണ്ട്. സോ ഹി വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ഹിയർ. ഓക്കേ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? ഐഡിയ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ അപ്പൊ ഓപ്ഷൻ ലൈക്ക് ഇപ്പൊ ഒരാൾ ഒരു കാർഡ് എന്ന് പറയുമ്പോ ലൈക്ക് അതിന്റെ മേളിൽ നമ്മൾ വിളിക്കുന്ന 2 കാർഡ് അങ്ങനെയാണോ? വരുന്നുണ്ട് സംസാരിക്കാൻ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരാളിപ്പോ എത്ര ലോയൽറ്റി പോയിന്റ്സ് വെച്ചിട്ടാണോ കാർഡ് വെച്ചിട്ടാണോ വിളിക്കുന്നത്? മണി ടർഫ് നമ്മൾ അങ്ങ് എടുക്കും. അശ്വൻ മിസ്റ്റർ താങ്ക്സ് കനേഡിയൻ താങ്ക് യു സോ മച്ച്. ഗോകുമാർ ബ്രോ താങ്ക് ഫോർ ദ 40 രൂപീസ് സൂപ്പർ ചാറ്റ്. താങ്ക് യു. നമ്മുടെ അടുത്ത് എല്ലാവർക്കും സ്നേഹം. ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ എടുക്കണേ, ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് 100 കാർഡ്സ്, അതായത് 100 പോയിന്റ് ഒരു കാർഡിൽ നിന്നാണെന്ന് വിചാരിച്ചോ? ഹലോ, അല്ല അത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ?
ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓപ്ഷൻ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ, എമ്മന്തൂർ താങ്ക് ഫോർ 20 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു താങ്ക് യു. വലിച്ചോണ്ടിരുന്ന കത്തിപ്പോയി അതല്ലേ. ഉണ്ട് ആൾക്കൊന്നും അറിയത്തില്ല ചുമ്മാ. ജൂണേ ജൂണേ എടാ ആളൊന്നും പറഞ്ഞില്ലടാ. അതാണാ പറയടാ. അണ്ണാ നമുക്ക് ഏത് പഠിക്കണം ഫസ്റ്റ്? നമുക്ക് ഏത് പഠിക്കണം ആദ്യം? കുറുപ്പേ പ്രശ്നമല്ല നിനക്ക്. അവര് വല്ലതും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രശ്നമായല്ലോ. അപ്പം ഡ്രസ്സൊക്കെ മാറി വന്നാ എവിടെ? ഇപ്പം മിസ്റ്റർ എക്സിൽ എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ, സോ ഇന്ന് ഇവിടെ ഇപ്പൊ നടത്താൻ പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മോസ്റ്റ്ലി ഇപ്പൊ ഓൾറെഡി 5 ഗ്യാങ്ങിന്റെ കയ്യിൽ 5 ടർഫുകളുണ്ട്. ആ ടർഫ് അവർ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളായിരിക്കും അതിന് അറ്റാക്കിംഗ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഓപ്ഷൻ ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇതേപോലെ എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ എല്ലാ വീക്കിലും ഈ ഡേയിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഫോർ അറ്റാക്ക് കോളിംഗ്. നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ചോദിച്ചിട്ട് അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അവർക്ക് ഇത് ടർഫ് കൊടുത്തേക്കുന്നത്? സർ പരന്തുവാസു താങ്കൾ ഇവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഇവന്റ് ബേസിസിൽ ടോപ്പ് 5 ടീമുകൾക്കാണ് ടർഫുകൾ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ഓൺ ദ റാങ്ക് ബേസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിലോട്ട് കിടക്കാം. ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതാണ് ജസ്റ്റ് കേൾക്കാല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ലോയാലിറ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ആക്ടിവിറ്റി ബേസിലായിരിക്കും നിങ്ങൾക്ക് ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഗ്യാങ്ങിലെ ഒരു മെമ്പർ ഈ സിറ്റിയിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അയാൾക്ക് 1 ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നതായിരിക്കും. ആ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ലോയാലിറ്റി പോയിന്റ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ആ ലോയാലിറ്റി പോയിന്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്കൊക്കെ ഉണ്ട്. ഞാനൊക്കെ എത്ര മണിക്കൂറുണ്ട് സിറ്റിയിൽ? /loyalty points. കത്തിയോ? ഇല്ലല്ലോ. ഹലോ അപ്പൊ നിങ്ങൾക്ക് /loyalty points എന്ന് അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്ര ലോയാലിറ്റി പോയിന്റ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. 100 ലോയാലിറ്റി പോയിന്റ്സ് ആണ് ഒരു ടർഫ് കാർഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ എല്ലാരും ഇവിടെ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ടർഫ് കാർഡ് കൊണ്ടിട്ടായിരിക്കും അല്ലേ? അപ്പോ ഇനി നമ്മൾ ഓരോ ടർഫ് ബൈ ടർഫ് വിളിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ എത്ര ലോയാലിറ്റി പോയിന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പറയുന്നു, 100 ലോയാലിറ്റി പോയിന്റ് ആണ് ഒരു ടർഫ് കാർഡ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ലോയാലിറ്റി പോയിന്റിന് നിങ്ങൾ കയറ്റി വിളിച്ചു, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് കിട്ടിയില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ആ ടർഫ് കാർഡുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വീക്ക് ബാൻ ആയിരിക്കും ടർഫ് കോളിംഗിൽ നിന്ന്. മനസ്സിലായോ? ഓക്കെ, സോ ബേസിക്കലി എങ്ങനെയാണ് ഒരു ഓപ്ഷൻ നടക്കുന്നത് അത് ബേസിൽ തന്നെ ആയിരിക്കും ഈ ഓപ്ഷൻ നടക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ടർഫ് കാർഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കയറ്റി ബിഡ് ചെയ്യാം. അറ്റ് എ ടൈം ഒരു ടർഫ് കാർഡ് വെച്ചിട്ടാണ് കയറ്റി വിളിക്കുന്നത്. ഇത്ര ക്ലിയർ അല്ലേ? അപ്പൊ പോയിന്റ് ആണോ ബിഡ് ചെയ്യണത് അതോ കാർഡാണോ ബിഡ് ചെയ്യണത്? കാർഡാണ് നമ്മൾ ബിഡ് ചെയ്യാൻ പോകുന്നത്. 100 ലോയാലിറ്റി പോയിന്റ് ആണ്. 100 പോയിന്റ്. അതെ, 100 പോയിന്റ് ആണ് ഒരു കാർഡ്. സോ നിങ്ങളുടെ കയ്യിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ബേസ് ചെയ്ത് മാത്രം ബിഡ് ചെയ്യുക. ഇപ്പൊ ഈ 0.5 ഒക്കെ വരുമ്പോ 1.5 കാർഡെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ.
കുഴപ്പമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ സാർ. ടർഫ് കോളിംഗ് ഒരു കാർഡ് ബൈ കാർഡ് ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. നമുക്കില്ല കാർഡ് ഉറപ്പിച്ച്. അല്ലേ? കാർഡ് ഒന്നേ മുക്കാ കാർഡ് എന്നൊക്കെ നമുക്ക് ഒരു കാർഡ് ഉറപ്പിക്കാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ്. ഇല്ല ക്ലിയർ ആണ്. തിരിച്ചു ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിലോട്ട് പോയാലോ? എന്നാ കേച്ചങ്ങ് വിളിച്ചോട്ടെണ്ണ. ഇല്ലല്ലാതെ വീണ്ടും പറയുന്നു, എല്ലാ ഗ്യാങ്ങുകൾക്കും ഒരു അറ്റാക്കിംഗ് ആണ് വിളിക്കാൻ പറ്റുക. അതായത് ഒരു അറ്റാക്കിംഗ് ഈ വീക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ വീക്കിൽ വേറെ അറ്റാക്കിംഗ് വിളിക്കാൻ പറ്റില്ല. അത്രയും കൂടെ ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ വിളിക്കാൻ വേണ്ട സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഈസ്റ്റ് 5. ഈസ്റ്റ് 5 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ടർഫ് ഇപ്പൊ കറന്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് T47 ആണ്. ഗ്യാങ് T47 ആണ് ടർഫ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാർട്ടിംഗ് ബിഡ് ഈസ് 1 കാർഡ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ വിളിക്കാം. പരന്തുവാസു 2 കാർഡ് 2 കാർഡ്. അത്ര ഉള്ള അണ്ണൻ അരക്കാടാ വിളിക്കും. CAD 3 കാർഡ്. പരന്തുവാസു 4 കാർഡ് പരന്തുവാസു 4 കാർഡ്. അത്ര ഉള്ള അണ്ണൻ അത്ര ഉള്ളു. സൗണ്ട് പറ. പരന്തുവാസു 4 കാർഡ് ഒരു തരം. 4 കാർഡ് 2 തരം. CAD 5 കാർഡ്. അമ്മാര് കൊണ്ടുപോകട്ടെ. CAD 5 കാർഡ്. CAD 5 കാർഡ് ഒരു തരം. 2 തരം. CAD 5 കാർഡ് 2 തരം. പരന്തുവാസു 6 കാർഡ് അത്ര ഉള്ളു. പരന്തുവാസു 6 കാർഡ്. ഇനി വേണ്ട. TVA 6 കാർഡ്. TVA 6 കാർഡ് ഒരു തരം. TVA 6 കാർഡ് 2 തരം. Any more bids? TVA 6 card. East 5 goes to TVA. അത്ര ഉള്ളു. സത്യത്തിൽ നമ്മൾ അങ്ങ് ഉണ്ടാക്കില്ല. കോടീശ്വരനാണ്. TVക്ക് ഈ കാർഡിന്റെ തരാൻ സാധിച്ചില്ലെങ്കിൽ അത് CAD ആയിരിക്കും പോകുന്നത്. സെക്കൻഡ് ബിഡ് ചെയ്തവർക്കായിരിക്കും പോകുന്നത് കേട്ടോ. വീണ്ടും ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് പറയുകയാണ്. സെക്കൻഡ് ടർഫ് ഡേവിസ്. കറന്റ്ലി ഹോൾഡിംഗ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ബിഡ് 1 കാർഡ്. ഇനി സ്റ്റാർട്ടിംഗ് ബിഡ് 1 കാർഡ്. PRX 2 cards. PRX 2 cards. ഇപ്പൊ വിളിച്ചെടുത്തവർക്ക് വീണ്ടും വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഇനി TVക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു അറ്റാക്കിംഗ് ഒരു വീക്കിൽ. ഓക്കെ, അല്ല ഇതോടങ്ങ് വാരി എടുത്തന്നെ. PRX 2 കാർഡ്. PRX 2 കാർഡ് ഒരു തരം. YDS 3 card. YDS 3 കാർഡ്. YDS 3 കാർഡ്. PRX 4 കാർഡ്. ഇത് ഞാൻ വേണ്ട, ഇത് ഞാൻ തൊടുന്നില്ല. PRX 4 കാർഡ്. PRX 4 കാർഡ് ഒരു തരം. PRX 4 കാർഡ് 2 തരം. Any more bids? Final call. PRX 4 കാർഡ് 3 തരം. Davis goes to PRX. We are moving to the third turf. Cypress Falls. Currently holding Gang Bellary. Starting bid 1 card. Starting bid 1 card. CAD 2 card. CAD 2 card. CAD 2 card. CAD 2 card ഒരു തരം. CAD 2 card 2 തരം. Any more bids? YDS 3 card. YDS 3 card. YDS 3 card. CAD 4. CAD 4 card. CAD 4 card. CAD 4 card ഒരു തരം. CAD 4 card 2 തരം. Any more final bids? CAD 4 card 3 തരം. Cypress Falls goal to CAD. എല്ലാവർക്കും ഓൾറെഡി ടർഫുണ്ട്. ഓക്കെ, ഇപ്പൊ കറന്റ്ലി ഇപ്പം CADക്ക് ഒരു അറ്റാക്കിംഗ് കിട്ടിയത് കൊണ്ട്
ഇൻ കേസ് CVക്ക് ആ ഈസ് 5 തരാൻ സാധിച്ചില്ലെങ്കിൽ സെക്കൻഡ് നിന്നത് CAD ആണ്. വേറെ ബിഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻ കേസ് അവർക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ ആ ഈസ് 5 നള്ളിഫൈഡ് ആവുന്നതായിരിക്കും. ഈ വീക്ക് അറ്റാക്കിംഗ് കാർഡില്ല. കറന്റ് ഹോൾഡിംഗ് SRRA. സ്റ്റാർട്ടിംഗ് വിത്ത് 1 കാർഡ്. MG3 2 കാർഡ്. IDS 3 കാർഡ്. MG3 4 കാർഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഓൾറെഡി ടർഫ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അറ്റാക്കിംഗ് വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ഡിഫെൻഡിങ് വേണേലും പറ്റും. അറ്റാക്കിംഗ് നിങ്ങൾക്കും വിളിക്കാം. ഇപ്പം ബാക്കിയുള്ള ഗ്യാങ്ങുകൾ ഇത് ഹോൾഡ് ചെയ്യുന്ന ഗ്യാങ്ങുകൾ PRX ആൻഡ് KV ഇത് വിളിക്കുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിക്കാം. ഓക്കെ, MG3 4 കാർഡ്. MG3 4 കാർഡ്. 3 4 കാർഡ്. E47 5 കാർഡ്. 7 5 കാർഡ്. MG3 6 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 കാർഡ് ഒരു തരം. MG3 6 കാർഡ് രണ്ട് തരം. Any more final bids? MG3 6 കാർഡ് മൂന്ന് തരം. Temporals goes to MG3. So we are moving to the last of Ransom. Current holding PRX. Starting with 1 card. Mass 2 കാർഡ്. Mass 2 card. Mass 2 card. YDS 3 കാർഡ്. YDS 3 card. YDS 3 card. YDS 3 card. Mass 4 കാർഡ്. Mass 4 card. Mass 4 card. Mass 4 card. Mass 4 card ഒരു തരം. Mass 4 card രണ്ട് തരം. Any more final bids? E47 6 കാർഡ്. E47 6 card. E47 6 card. E47 6 card ഒരു തരം. Mass 7 Mass 7 card. അത്രയുള്ള കുറിപ്പേ. Mass 7 card. ഇത് നമ്മുടെ കൂടെ തന്നെ Mass 7 card ഒരു തരം. Mass 7 card രണ്ട് തരം. Any more final bids? Mass 7 card മൂന്ന് തരം. Goes to Mass. കുറിപ്പേ കിട്ടിയല്ലേ കുറിപ്പേ. ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ കൺക്ലൂഡ് ചെയ്യാണ്. We'll see you again next week. Okay, thank you for coming. അതേപോലെ ഈ വിളിച്ചവരെല്ലാരും 1 by 1 വന്നിട്ട് കാർഡുകൾ സബ്മിറ്റ് ചെയ്തിട്ട് പോകേണ്ടതാണ്. ഓക്കെ ഓക്കെ. അണ്ണന്റെ കാർഡുണ്ടാ? പോയിന്റിലുള്ളൂ. അണ്ണന്റെ കാർഡുണ്ടാ? നമുക്ക് അംഗീകരിക്കാം. ഒരു 1 by 1 നമ്മൾ കളിച്ചില്ല. നിങ്ങൾ ഓൺ അടിക്കുന്നേ. ഞങ്ങൾ ഒരു അടിയുണ്ട്. നിങ്ങൾ അടിച്ചു ചേർക്ക്. ഹലോ ഹലോ പറയൂ. നമ്മള് 7 കാർഡിനെ വിളിച്ചായിരുന്നു. നമ്മള് എടുത്തു വെച്ചിട്ടില്ല. നമ്മള് എടുത്തോണ്ട് വരാം. എടുത്ത് വെക്കാത്ത എന്താണ്? ഓപ്ഷൻ വരുമ്പോ ഇതെല്ലാം എടുത്ത് വെക്കണമെന്ന് അറിയത്തില്ല. പറഞ്ഞത് വിളിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുത്താൽ മതി എന്നാണ്. കുഴപ്പമില്ല, വാങ്ങാൻ പറ്റും. നമ്മള് മൂഞ്ചില്ലല്ലോടാ. അവിടെ ഓരോരുത്തരുടെ ലൈനായിട്ട് എന്നാ മതി. അവിടെ നമ്മുടെ ആള് നിൽക്കുന്നുണ്ട്. എന്തോ ഫോണിലൊക്കെ എന്തോ മെസ്സേജ് വന്നിട്ട് എന്നെ കൊണ്ടു തന്നു. സുജിൻ ബ്രോ താങ്ക് വെറുതെ 100 rupees ഗൂഗിൾ പേ. അത്രയുള്ളൂ. ആ ഹലോ, സുഖം സുഖം. എടാ നമ്മളെ തട്ടിയെടുക്കാൻ നോക്കുന്നേ. വാറ് നാളത്തേക്ക് മാറ്റിവെച്ച് ബാലെന്തിരാന്ന് അങ്ങോട്ടൊന്ന് ചില്ല. ഞാൻ പോവല്ലേ ബാല? കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ല അതിപ്പം കൊണ്ടുവച്ചാ മതി. ഒരു 2 minutes ഇവിടെ 50 രൂപ നിക്കുന്നത്.
പത്തൂരൊക്കെ എപ്പോ കയറി? പറ്റുന്നുള്ള പറഞ്ഞത് മീറ്റിംഗിൽ. അല്ലല്ല കോലിഡർ പറ്റത്തില്ല. യെസ്, കുറച്ചേരം മുന്നേ സൂപ്പർ ചാറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പേരെടുക്കാൻ വയ്യ. ഫോർമൽ ഗോൾസ് ഗാലറി. ഓക്കെ. ഈ ടർഫിന്റെ ഡേറ്റ്സ് ഒക്കെ എന്നായിരിക്കും അറിയുന്നേ? നീ എന്തൊക്കെയാണ് എന്തോ ബാല ആറടിക്കാൻ ടൈമുണ്ട്. കാടി ഇവിടുന്ന് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ. ഇത് ടർഫിന്റെ ഡേറ്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ടർഫിന്റെ ഡേറ്റ്സ് നമ്മള് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലല്ല? ഇമെയിൽ അയക്കുന്നതായിരിക്കും. ഇമെയിൽ അയക്കണം. സുജിൻ ബ്രോ താങ്ക് യു 900 രൂപീസ് ഗൂഗിൾ പേ. ഗൂഗിൾ പേ. ശരി ശരി ശരി. താങ്ക് യു സോ മച്ച് സുജിൻ ബ്രോ. സുജിൻ സുരേഷ് ബ്രോ താങ്ക് യു സോ മച്ച്. ആരാണ് ഫ്രൈഡേ ഇട്ടേ? അല്ല പുറത്തിട്ടിരിക്കണ ഫ്രൈഡേ ആണെന്ന്. പുറത്തേക്ക് പാടില്ലെന്ന് അറിയത്തില്ലേ ബ്രോ? അത് ഓസിയല്ലേ? അങ്ങനല്ല, ഞങ്ങള് വളരെ മോശം, വളരെ മോശം. പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ് കൊടുത്തായിരുന്നല്ലേ? എത്ര പോയിന്റ്സ് കൊടുത്തു? 6 വിളിച്ച 7 കൊടുക്കാൻ പറ്റില്ലല്ലോ. 6 കൊടുത്തു. 6 കൊടുത്തോ? അപ്പൊ ഇവിടെ വന്ന് എൻട്രിയുടെ ഒരു കാർഡ് തരാനുണ്ടല്ലോ. ഓൾറെഡി ഞാൻ അവിടെ എസ്കോർട്ടിന് വന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊത്തം 7 കാർഡ് നിങ്ങൾക്ക് നഷ്ടമായോ? മൊത്തം 7 കാർഡ് കൊടുത്തു. അങ്ങനല്ല ചെയ്യേണ്ടത്. നിങ്ങൾ 5 കാർഡ് അപ്പൊ കൊടുത്താൽ മതിയല്ലേ? വിളിച്ചെന്ന് ഒരു കാർഡ് കുറച്ചാണല്ലോ കൊടുക്കുന്നത്. അത് ഓൾറെഡി വെല്ലുമോനെ തിരിച്ചു കൊടുത്തവർ വരണം. പക്ഷെ അത് 24 മണിക്കൂർ വാഞ്ഞു പോകും കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മള് സെറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തോളാം. നമ്മള് കുറച്ച് ആക്റ്റീവ് ആണ്. ഇതിന്റെ ഡേറ്റ് ഒന്ന് അറിയാൻ പറ്റും? ഡേറ്റ് എല്ലാം നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ നമ്മളെ നാളെ നിങ്ങൾ ടർഫ് അടിക്കേണ്ടി വരും. നമ്മളൊരു 10 കാർഡ് ഉണ്ട്. വേണം 2 ടർഫ് കൂടെ ഞങ്ങൾ അടിച്ചോളാം. ഉണ്ടെങ്കിൽ സ്ലോട്ടറിനെ പറഞ്ഞാൽ മതി. വിളിച്ചാൽ മതി ഞങ്ങളെ. പിന്നെ ഇതെന്തൊരു ഏകദേശം 15 കാർഡ് ഇനി ബാക്കിയുണ്ട്. ഓഡീഷനാണ് നമ്മൾ. വരെ പോയെന്നാണല്ലോ കാണുന്നത്. സത്യം നമുക്ക് ഇനി എന്ത് നമ്മളിനി അടുത്ത ടർഫ് അടിക്കലോ പറഞ്ഞുകൂടി വാങ്ങായിരുന്നു. ആകെ 2 കാർഡുണ്ട്. ഇനി 2.5 അപ്പൊ തള്ളിയതാണല്ലേ? ഇല്ല, ഇതിപ്പോ 1 മണിക്കൂറിൽ 10 പോയിന്റ് വെച്ച് കയറത്തില്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? അത് 1 പോയിന്റാ? 10 പോയിന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് അതൊക്കെ. നമുക്ക് മൊത്തം 805 പോയിന്റ് ഉണ്ടായിരുന്നു. അതിൽ 800 പോയിന്റ് ആണ് കീരി ഗ്രൈൻഡ് ചെയ്തത്. ബാക്കി 0.5 നമ്മളെല്ലാരും കൂടെ. അത് സത്യല്ലേ? 1 മണിക്കൂർ വന്നു കഴിഞ്ഞാൽ 10 പോയിന്റ്. അങ്ങനെയാണെങ്കിൽ സെറ്റ്. എന്നാലും മറ്റേ എന്നാലും ബാക്കി എത്ര കാർഡ്ന്ന്? 0.5 ഇനി 2.5. ഈ അരയുടെ കണക്ക് എന്താ? അരമണിക്കൂർ നിന്നാരണോ അര കിട്ടിയേ? എടാ 1 മണിക്കൂർ 1 പോയിന്റാ കിട്ടുന്നത്. 1 പോയിന്റാ? 10 പോയിന്റ് അല്ലേ? 10 പോയിന്റ് തരാൻ നിന്റെ അച്ഛനാണ് അവിടെ ഇരിക്കണേ. 10 അല്ലേ? ഹലോ, ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? 1 മണിക്കൂർ 1 പോയിന്റ്. ഒരാൾക്ക് 1 പോയിന്റ്. കണ്ട അത് എന്തൊരു പരിപാടിയാ? 2 മണിക്കൂർ 30 മെമ്പേഴ്സ് കളിച്ചാൽ 60 പോയിന്റ് കിട്ടും. അങ്ങനെ എന്താ? 2 മണിക്കൂർ 30 മിനിറ്റാ? ഓ, അത് കുറച്ച് കൂടുതലല്ലേ? പക്ഷെ വേറെ പ്രശ്നമുണ്ട് വില്ലുമോനെ. ഇത് AFK നിന്ന് കഴിഞ്ഞാൽ പോയിന്റ് കുറയും. പിന്നെ ഗ്യാങ് ഹൗസിൽ ഡെഡ് ആയി കഴിഞ്ഞാൽ പോയിന്റ് കുറയും. അങ്ങനെ ഏതാണ്ട് നോർമൽ ഡെത്ത് അല്ല. ഗ്യാങ് ഹൗസിന്റെ ഏരിയയിൽ എന്തോ ഡെത്ത് ആയാലേ അങ്ങനെ എന്തോ ലോയൽറ്റി ഡിക്രീസ് പോയിന്റ് കാണാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞോ. നമുക്ക് ഇറങ്ങണം. നമ്മളിറങ്ങി. നമ്മള് അങ്ങോട്ട് പോട്ടെ. താങ്ക് യു. ഓ, നമുക്ക് ഒരു ടർഫില്ലടാ. എന്താണ് ഫേക്ക് പോയിന്റ്സ് ഒക്കെ തന്നിട്ട് പറ്റിക്കുന്നോടാന്നൊക്കെ ഉറപ്പായി ഇറക്കി വിട്ട്. നമ്മളൊരു അടിയിൽ ഇതിന്റെ ഐറ്റംസ് ഇപ്പൊ ഒരു കാർഡിന് അതിലൊരു സാധനം ഞാൻ കാർഡ്സ് ക്വാണ്ടിറ്റി അതിന്റെ ഷോപ്പ് നെയിമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. അതില് ഇപ്പൊ ഈ സ്റ്റാൻഡി ഇങ്ങനത്തെ സാധനമില്ല, അത് അന്ന് അടിച്ച സ്റ്റാൻഡിയാണ്. അതിനാണെങ്കിൽ
ഒറ്റ ബില്ല് ഇട്ടാൽ മതി വിഷ്ണു ട്രേഡേഴ്സ് എന്നുള്ള പേരിൽ രണ്ടിനും കൂടെ ആയിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് അഡ്വാൻസ് പറ്റും. ആ ബില്ലൊക്കെ മിസ്സായി തോന്നുന്നുണ്ട്, അതിന്റെ ഫോട്ടോ എടുത്തില്ല തോന്നുന്നുണ്ട്. പിന്നെ മറ്റേ അങ്ങനെ ഐറ്റംസ് ഇല്ലാത്തതിന് അതിന്റെ ഐഡിയക്ക് എന്താണെന്നുള്ള സാധനം ഉണ്ടല്ലോ പുറത്ത്, അത് വെച്ചിട്ടുള്ള ഒരു ഐഡിയക്ക് ഇട്ടാൽ മതി. അപ്പൊ അതിൽ ചിലത് വേണമെങ്കിൽ എഴുതും ചെയ്തോ, ചിലത് ഇപ്പൊ ഈ സ്റ്റാൻഡിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ രീതിയിലുള്ള ഒരു സാധനം അങ്ങനെ ഒരു വെബ്സൈറ്റ് ഒരു ഐഡിയൊക്കെ നോക്കിയിട്ട് ചെയ്താൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ട് പെട്ടെന്ന് ഇരിക്കണേ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാൻ പറയാൻ വന്ന, ഞാൻ വീട്ടിലേക്ക് വന്നാ ഉണ്ടാവോന്ന് അറിയില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വിളിക്കാന്ന് വെച്ചാൽ വരുന്ന സൺഡേ എന്റെ എൻഗേജ്മെന്റ് ആണ്. നിങ്ങളും അതെ അല്ല ആര് എന്തിനുണ്ടായി? കേജിന്റെ കെട്ടാൻ പോണ കുട്ടി ഇവിടെ ഇല്ലല്ലോ. ഉണ്ട്, ഇവിടെ ഇല്ല. ഒരു സത്യം പറഞ്ഞുതരാം, കഴിക്കാൻ വരെ ഭയങ്കര അടിപൊളിയായിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേജ്. പഴയ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല കേജ്. റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അടിക്കണ തന്നെ ഇവിടെ പറയുക പെർമിഷൻ ഒക്കെ വേണം. ടോക്സിക് ആണ് അത്, ഒരു ടോക്സിക് പരിപാടിയാണ്. നോക്കാം, എൻജോയ് ചെയ്യാം, അതൊക്കെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമല്ലേ. ഇതിപ്പോ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ മനസ്സിലാകത്തില്ല, ചിലര് അതെ അനുഭവിച്ചാൽ അറിയുള്ളൂല്ലേ. പിന്നെ പക്ഷെ എനിക്കിങ്ങനെ കേജിന് ഇങ്ങനെ സിംഗിൾ ആയിട്ട് ടഫ് ഗൈ ആയിട്ട് കാണുന്നതാണ് ഇഷ്ടം. ടഫ് കുഴപ്പമൊന്നുമില്ല വാസു, അത് ഒരു ലൈഫിന്റെ ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ, ടഫിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും വരാനുള്ളതൊന്നും ഇങ്ങനെയാണല്ലോ, നമുക്കറിയാം, നോക്കാം എങ്ങനെയാന്നുള്ളത്. വാസുവിന്റെ എന്തായി? ഞാൻ ഇന്ന് എലീനെ കണ്ടായിരുന്നു, സ്കൂളിൽ പോയായിരുന്നു. അല്ല ഞാനൊരു കാര്യം, ഞാൻ അവിടെ കണ്ട ഒരു കാര്യം പറയാനാണ്. മീൻസ് ലൈക്ക് ഞാൻ ഓഫീസിൽ ചെന്ന് കയറിയപ്പോ വാസുവിന്റെ ഒരു ഫോട്ടോ, എലി വാസുവിന്റെ, വാസു ഈ സ്കൂളിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു എന്റെ എക്സ് ആണെന്ന് പറഞ്ഞില്ലേ. സൂചിപ്പിക്കാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജയിലിൽ നിന്ന് പീഡനത്തിന് ജയിലിൽ നിന്ന് ഇറങ്ങിയ തൊന്തയ്ക്ക് മാലയിട്ട് സ്വീകരിച്ചോ, മനസ്സിലായ? അവളുടെ സൈഡിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കണ്ടപ്പോ സ്കൂളിന്റെ കാര്യം ആലോചിച്ചെങ്കിലും അവരതൊരു ആതുര സേവനമായിട്ടാണ് ആദ്യം എന്നോട് പറഞ്ഞത്, മീൻസ് ലൈക്ക് സ്കൂൾ തുടങ്ങുന്നതിനെ പറ്റി. പിന്നീട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഡൊണേഷൻ ഫീസ് എന്നൊക്കെ ഒരു സംസാരം വരുന്നുണ്ട്. ഡൊണേഷൻ ഫീസും മാത്രമല്ല, അവിടെ എന്തൊക്കെ പരിപാടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ കേജി. ഇവരൊക്കെ കള്ളികളല്ലേ, നമ്മളെ കുറെ നാളായിട്ട് കാണുന്നതല്ലേ. പക്ഷേ വാസുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇതേപോലെയുള്ള ഡൊണേഷൻ കാര്യങ്ങൾ എന്നൊക്കെ ഇത് സംസാരിക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ കേജ്, ഞാനാണ് അതിനെതിരെ ആദ്യം സിറ്റിയിൽ ശബ്ദം ഉയർത്തിയത്. അന്നൊരു ആ ഫോട്ടോ ഇല്ലായിരുന്നു. അപ്പൊ ഇവർക്ക് പീഡിയിൽ നിന്ന് ഏതോ പെൺകോന്തന്മാര് ഇൻഫർമേഷൻ കൊടുത്ത് ഞാൻ കേസായിട്ട് പീഡിയിൽ ചെന്നിട്ടുണ്ട്. വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ അവര് കണ്ടുപിടിച്ച് പീഡിയിൽ നിന്ന് ഏതോ ഒരു പെൺകോന്തൻ ഇൻഫർമേഷൻ കൊടുത്ത്, ഈ ഇൻഫർമേഷൻ കൊടുത്തതിന്റെ അടുത്ത ദിവസമാണ് ഇവള് എന്റെ ഫോട്ടോ അവിടെ വെച്ചത്. അപ്പൊ ഇവക്ക് അറിയാം ഞാനിത് പീഡിയെ കൊണ്ട് അവിടെ ചെല്ലുമ്പോ ഇത് എനിക്കൂടെ പങ്കുണ്ടെന്ന്. എന്നിട്ട് ഇവൾ എന്റെ ഒരു ഫേക്ക് സൈൻ ഉണ്ടാക്കിയിട്ട് എനിക്കും അതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ എഗ്രിമെന്റ് കാണിച്ചു എന്നെ. ഞാൻ സൈൻ ചെയ്യാത്ത എഗ്രിമെന്റ് എന്നെ, അതിനകത്ത് പക്ഷെ എന്റെ സൈൻ ഉണ്ട്. അല്ല അതെ, ഇവക്ക് ഞാൻ ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തായിരുന്നു. അത് ഇവളുടെ മറ്റേ തന്തയും കൊണ്ട് ഫേക്ക് സൈൻ ആക്കിപ്പിച്ചു ഇവൻ. ഇപ്പൊ സ്കൂൾ എന്നുള്ളൊരു സിറ്റിയുടെ ഒരു ആവശ്യമായ കൊണ്ട് തൽക്കാലം ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ബിക്കോസ് അവിടെ പഠിപ്പിക്കാൻ വന്ന ട്യൂട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു. സ്കൂളൊക്കെ ഉണ്ടായിട്ടാണോ നമ്മളിവിടെ വരെ എത്തിയത്? സത്യം നമുക്കറിയാലോ. രണ്ട് ഡിഗ്രി സംസാരിച്ച കേജിനടുത്ത് വാട്ട്സ് യുവർ മാൻ, അയ്യോ വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് എ പ്രോബ്ലം. സ്കൂൾ ഉണ്ടായിട്ടാണോ പഠിച്ചേ? ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ എരിയെടുത്ത് സംസാരിച്ചപ്പോ സിറ്റിയിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെ തീർക്കുന്ന വെച്ചാൽ വിദ്യാഭ്യാസ കുറവുള്ള ചിലർ സിറ്റിയിൽ വന്നിട്ട് വിദ്യാഭ്യാസമുള്ളവരെ കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടത്. അതുകൊണ്ട് എലി മുൻകൈ എടുത്ത് സിറ്റിയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു നഗരമാക്കി മാറ്റും എന്നാണ് എനിക്ക് വാക്കുന്നത്. ഇത് എത്രത്തോളം നടക്കുന്നുള്ളത് അറിയില്ല. ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നല്ല വാസുവിന്റെ പേര് പറയുമ്പോഴേ എനിക്ക് എന്തോ ഒരു വെപ്രാളം പോലെ.
ഞാൻ ഇത് ചോദിച്ചു എങ്ങനെയുണ്ട്? ഇത് അവളുടെ തന്ത സ്കൂള് പോയിട്ട് സ്കൂളിന്റെ 7 എഴുത്തോലും പോയിട്ടില്ല, മനസ്സിലായോ? അവളുടെ തന്ത ജനിച്ചു വീണപ്പോ തൊട്ട് ജയിലിലാണ്. കുടുംബേ കള്ളന്മാരാണ്. ഇടയ്ക്ക് എപ്പോഴും പരവളിൽ ഇറങ്ങിയ സമയത്താണ് ഇവള് ജനിച്ചത് പോലും, മനസ്സിലായോ? ഇടയ്ക്ക് എപ്പോഴും പരവളിൽ ഇറങ്ങിയപ്പോഴാണ് ഇവള് ജനിച്ചത്. അങ്ങനത്തുള്ള ആൾക്കാരാണ് ഈ സിറ്റി ആദ്യം കാണേണ്ടത്. അല്ലാതെ നമ്മള് മറ്റേ എഡ്യൂക്കേഷൻ നമ്മളെ അങ്ങനെ ബാധിച്ചിട്ടില്ല. എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കുറവ് കണ്ടില്ല. പിന്നെ നമ്മളെല്ലാം നമുക്കിവിടെ സിറ്റിയില് ബേസിക് ആയിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരുത്തം വന്ന് നമ്മുടെ അടുത്ത് ഇംഗ്ലീഷ് ചോദിച്ചാൽ നമ്മൾ 5 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കൂലേ? നമ്മളതൊക്കെ പിടിച്ചിരിക്കും. പിന്നെ അതൊക്കെ നമ്മളെ ജീവിതം പഠിപ്പിച്ചത്, അല്ല സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതാണ് ഇതൊക്കെ. പിള്ളേരൊക്കെ ഞാനൊരു കാര്യം വാസുവിന്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണ്. ഞാൻ കുട്ടികളുടെ കാര്യം ഓർത്തിട്ട് മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ ആ ബിൽഡിംഗ് വിളിച്ചോളാം ബാർ തുടങ്ങിയാണ്. ഞാൻ എന്തോ അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് പിള്ളേരെ പിടിച്ചതിന്റെ മുമ്പിൽ നിർത്തി എന്റെ മനസ്സായിട്ട് ഇതാക്കും. പൈസ കൊടുത്ത് നിർത്തുന്നതല്ല അതൊക്കെ. ഒരു ബാർ തുടങ്ങും, പിള്ളേരെ ഞാൻ നിർത്തി തരാം. എത്ര പിള്ളേരുണ്ട് ബാറിന്റെ ഫ്രണ്ടിൽ? ഞാൻ തന്നെ ഈ പാന്റ് മാറി മറ്റേ നിക്കറൊക്കെ ഇട്ടാ അവിടെ ഞാൻ നിൽക്കാം. പിന്നെ ഞാൻ തന്നെ മറ്റേ കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് വരൂലേ? പിന്നെ നമ്മുടെ ഈ ബിസിനസിന്റെ കാര്യം പറഞ്ഞ നമ്മുടെ ഫാക്ടറിയുടെ കാര്യം എന്തായി? ഫാക്ടറിയുടെ കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ട് ഗ്യാങ് ഹൗസിലോട്ട് ഒരു ദിവസം വാ. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ആണല്ലേ? അങ്ങനെയാണ് ഞാൻ അപ്പം വഴി അറിയിക്കാം. ഒരു വേറൊരു കാര്യമുണ്ട്, അറിയാലോ, നമുക്ക് ഇവിടത്തെ ഞാനായിട്ട് കുറച്ച് നിയമങ്ങളിൽ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ നിയമങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞ കടലിൽ മുക്കിയിട്ടേക്കണതൊക്കെ പൊക്കിയിട്ട് പോരെ? രണ്ടൊരു 5 എണ്ണം മുക്കിയിട്ടേക്ക്. പിന്നല്ലാതെ ഇപ്പൊ തന്നെ മുക്കാം. നല്ല തണുപ്പ് വേണം. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു പ്രൊമോഷൻ സെറമണി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മളൊരു പാർട്ടി സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നമ്മുടെ ഈ പാർട്ടിയോട് സെറ്റ് ചെയ്യാം. ഒരു പാർട്ടി തന്നെ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആയിക്കോട്ടെ. വേണ്ട, എന്റെ ബാച്ചിലേഴ്സ് പാർട്ടി. അത് ചിലപ്പോ എനിക്ക് വിഷമാവും. ആണോ? എന്നാ വേണ്ട, പ്രൊമോഷൻ സെറമണി പാർട്ടി. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് സിറ്റിയിലുള്ള എല്ലാ ബാച്ചിലർ പാർട്ടി അറ്റൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഈ ഒരു ബാച്ചിലർ പാർട്ടിയും കൂടെ എനിക്ക് സഹിക്കൂല. അങ്ങനെ പറയരുത്. അതായത് എന്റെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വാസുവിന് വരാമല്ലോ, എന്റെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട്. അങ്ങനെ കണ്ടിട്ട് ഒന്നാമതേ എല്ലാവർക്കും അറിയാം ഞാൻ ബാച്ചിലർ ആവുന്നത്. ഇനി പാർട്ടി കൂടെ വന്ന് പാർട്ടിയിലുള്ളവരും അറിയില്ലേ ഞാൻ ബാച്ചിലർ. ഞാനും അപ്പൊ ബാച്ചിലർ ആണല്ലോ വാസു, ഞാനും ബാച്ചിലർ ആണല്ലോ. അതെ, അപ്പൊ നമുക്കൊരു ബാച്ചിലർ പാർട്ടി, എന്റെ ഒരു ബാച്ചിലർ പാർട്ടി എപിയും വരട്ടെ. എപിയും ബാച്ചിലർ ആണെന്നാണ് എന്റെ ഒരു അറിവ്. കുഞ്ഞു അല്ല, അങ്ങനെ എന്തൊരു ഒരാളുണ്ടായിരുന്നു. കുഞ്ഞാണ് ഒരാളുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഫാക്ടറിയുടെ നിങ്ങൾക്ക് നോക്കാനായിട്ട് ഏൽപ്പിച്ചില്ലേ ഷാജി ഉണ്ടാവും. ഓക്കെ, അപ്പൊ പിന്നെ എല്ലാരും കൂടി അവിടെ നമുക്കൊന്ന് സെറ്റ് ആക്കാം. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അവിടെ സംസാരിക്കാം. മറക്കണ്ട, ഇന്ന് തന്നെ പോയിട്ട് മുക്കിയിടാനുള്ളതൊക്കെ മുക്കിയിട്ടോളാം. എല്ലാം മുക്കിയിട്ടേക്കൂലേ? എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ വരെ. നമ്മള് പല സ്ഥലങ്ങളിലായിട്ട് മുക്കിയിട്ടിട്ടുണ്ട്. അതെ, ഉണ്ടോ? അത് നമ്മള് പറയൂല, ലൊക്കേഷൻ ഒന്നും പറയൂല. ഞാനിപ്പോ തന്നെ ചാടിപ്പിക്കും പിള്ളേരെ. പ്രശ്നമൊന്നുമില്ല, നമ്മള് കറക്റ്റ് ശ്രദ്ധിക്കാം. നാളെ ഞാൻ അപ്പാപ്പനോട് നോക്കിയിട്ട് ഒരു കൺവീനിയന്റ് ഡേറ്റ് പറയാം. ഡേറ്റ് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. എന്തായാലും സൺഡേക്ക് മുമ്പ് എന്തായാലും പാർട്ടി ഉണ്ടാവും. ഓക്കെ, യു ഓൾ വെൽക്കം. ഓക്കെ, താങ്ക് യു. എൻഗേജ്മെന്റിന് വെൽക്കം ചെയ്യുന്നു. ഉണ്ടാവണം. നേരിട്ടുള്ള ഇൻവിറ്റേഷൻ ആണ്. ഞാൻ എന്തായാലും ഓഫീസിൽ വീട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ കാർഡായിട്ട് വരാം. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണം വാസു. ഉറപ്പായിട്ടും. പിന്നെ എന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ ചന്ദ്രനെ കണ്ടില്ലേ എന്ത് സന്തോഷത്തോടെ ജീവിക്കണം ആണല്ലേ? ഇപ്പൊ അവര് സന്തോഷ കുടുംബമായിട്ട് ജീവിക്കണേ. അവന് ഭാര്യ, വേറെ ആരുടെയോ കൊച്ച്, പിന്നെ സന്തോഷത്തോടെ ജീവിക്കണ സിറ്റിയില്. ആണല്ലേ? നല്ല കാര്യം. അപ്പൊ എന്തായാലും ഇറങ്ങാം, ഞങ്ങൾ എന്നാ പോയിട്ട് വരട്ടെ. ആയിക്കോട്ടെ. കണ്ടൽ സന്തോഷം. മറക്കണ്ട. ഇല്ല, ഉറപ്പായിട്ടും. ഓക്കെ, ബൈ ഗേച്ച്. ബൈ. ബൈ.
ശരി. ഓ അണ്ണ എന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് അണ്ണ അവർക്ക് എന്തോ ഇതായി തോന്നുന്നു. എടാ നീ എന്തൊക്കെ വാട്ട് ആർ യു സേയിങ് ബ്രോ? അണ്ണ ഇംഗ്ലീഷ് പറയുന്നില്ലേ പറഞ്ഞ ഇവിടെ അത് ഇംഗ്ലീഷ് അല്ലേ ബ്രോ യുവർ ഇംഗ്ലീഷ് ഈസ് സോ വീക്ക്. നോ 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 വീക്ക്. യെസ് യു ആർ വീക്ക്. നോ നോ ഐ ആം നോട്ട് വീക്ക്. I am 100% sure your English is so weak, bro. They didn't understand what you are saying. ആൾക്ക് മനസ്സിലായല്ലോ. നീ എന്താ ഇംഗ്ലീഷ് സംസാരിക്കാതെ? ഞാൻ മലയാളം മീഡിയത്തിലായിരുന്നാണ്. നമുക്കിനി ABCDEFGH. ഹലോ ഇവർക്ക് അറിയാഞ്ഞൊക്കെ ഇരുന്നു. ഇവർ രണ്ട് ഇംഗ്ലീഷ് 2 വാക്ക് പറയാൻ. ഇതാണോ വണ്ടി? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നാളെ ടർഫാണ്. ഈ നാളെയാണെങ്കിൽ അറിഞ്ഞു. നാളെ അപ്പോ വാറ്. ഇന്നിപ്പോ ടൈം ഉണ്ടായിരുന്നു മറ്റേ വാറടിക്കാൻ. നാളെ വാറ്, മറ്റന്നാ കൺസൈൻമെന്റ്. അണ്ണാ ആ സമയം വേണ്ടി ഒരു അടിയൊക്കെ തരാൻ ഒരാള് പറഞ്ഞു. ആ സമയം വേണ്ടിട്ട് അണ്ണൻ ആരായിരിക്കും? അണ്ണൻ ആലോചിച്ച് നോക്ക്. അണ്ണൻ അറിയുന്ന ഒരാളാ. എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്. ഇപ്പൊ ഗ്യാങ്ങിന്റെ അടുത്ത് കളയും. ഗ്യാങ്ങിന്റെ അടുത്ത് കളഞ്ഞ് നേരെ മാസിൽ കയറാൻ പറയും. ഇപ്പൊ റേഡിയോയിൽ തന്നെ മാസി 2 പേരുണ്ട്. നീ അപ്പൊ ഇപ്പോഴിത് തിരിച്ചേക്ക് വന്ന് അപ്പോഴേ. എന്നെ മാസിക്ക് വിടുവോ? അണ്ണാ ഇപ്പോഴത്തെ റേഡിയോയിൽ അണ്ണാ അണ്ണാ ഞാൻ അണ്ണന്റെ മുഖത്ത് നോക്കി അണ്ണ ഞാൻ എങ്ങനെ ഇടിക്കും? അണ്ണത് പ്രശ്നമാണ്. അണ്ണത് പ്രശ്നമാണ്. അണ്ണ എന്നെ ഞാനിപ്പോ മാസി കയറ്റി. ഇപ്പൊ റേഡിയോയില് കുറിപ്പ് കൊണ്ട് ഉറപ്പല്ലേ? അണ്ണ എന്ത് വാക്ക് തരും? അണ്ണ എന്ത് ഉറപ്പ് തരുന്നു പറ. അന്ന് അണ്ണ ചെറിയത് ഇടിച്ചിട്ടാണ് ചന്ദ്രനെ കൊന്നത്. നമ്മുടെ ജോക്കിയാണ് സത്യം. അല്ലല്ല അണ്ണ അവിടെ തന്നെ. സെറ്റ് അടിച്ചല്ലേ? എനിക്ക് ഇത് തരാൻ പറഞ്ഞ ആളുടെ അടുത്ത് എനിക്ക് നീ വഴി സംസാരിക്കാറുണ്ട്. ആണോ? എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇതിലൊരു ബന്ധമില്ല. എനിക്കൊരു ബന്ധമില്ല. ഞാൻ സിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്നെ ശല്യം ചെയ്യരുത്. മേലാൽ മനസ്സിലായോ? 1 ഞാൻ സിറ്റുവേഷനിലാന്ന് പറഞ്ഞ ഫോണിലൊരു കോള് വന്നേക്കരുത് എനിക്ക്. മനസ്സിലായോ? 2 ഇനി 3 ഇങ്ങനത്തെ മൂഞ്ചിത്തരം. ഞാൻ എന്ത് ചെയ്യുന്ന പൂക്കടയാ കടുവ മെമ്പർഷിപ്പ് അല്ല. ചേച്ചിക്ക് വേണ്ടിട്ടാണ് എല്ലാ അടിയും കൊള്ളുന്നത്. നീ വേണോ? ഇല്ല ഒന്നും പറഞ്ഞില്ല ഇതുവരെ. ഒന്നും പറഞ്ഞില്ല. ആണ് മറ്റേ. ഓ ചേച്ചിക്ക് തന്നെ തന്നതാണ്. ചേച്ചിക്ക് വേണ്ടി ഞാൻ ഫുൾ അടി വാങ്ങിച്ചു. ഓ അകത്തൊരു പോക്കണം കേട്ട ഒരുത്തൻ. ഒരു ശവം. എന്തൊരു ആറ്റിറ്റ്യൂഡ്. എനിക്കാണ് അടിച്ചങ്ങ് തോന്നി. ഒരു മുഖത്ത് മാസ്ക് വെച്ചിട്ട് ക്ലാസ് കോൾ ആരടിക്കും? കാലടി അണ്ണാ എനിക്ക് ദേഷ്യം അണ്ണ നാളെയും കൂടിയുള്ള ബാലൻസ് ഡയറക്റ്റ് തന്നോളാന്ന്. അപ്പൊ നാളത്തെ വേറില്ലല്ലോ അണ്ണൻ. T47 ആയിട്ടാണ് നമുക്ക് ഇത്. ഡേറ്റ് എന്നാന്ന് അറിഞ്ഞൂടാ. നാളെയാണോ? നാളെയാ? നാളെയാണോ? നമുക്ക് അപ്പൊ KP ആൾക്കാർ വിളി. ഇന്ന് ആരടിക്കാം ആൾക്കാർ വിളി. അപ്പൊ നമുക്ക് ഇല്ല മരങ്ങ വിളിക്കാം. അവന് ഞാൻ പാപ്പനിരിക്കുമ്പോഴാ
അറ്റാക്കിംഗ് അല്ലേ ഓക്കെ അത്രേ ഉള്ളൂ ചേച്ചി. അറ്റാക്കിംഗ് അല്ല വാസവനെ, ഇത് നമുക്ക് ഓടി നടന്നതല്ല ഏത് അണ്ണനെ നാളെ വിട്ടോളാം. വാസവനെ ഇവിടെ മറ്റേ ടർഫ് കളിക്കാൻ സ്റ്റാറ്റിക് അല്ല, അത് അടുത്ത് മാത്രം നിൽക്കുന്ന പരിപാടിയല്ല. അതായത് അതിങ്ങനെ ഷിഫ്റ്റ് ആവും, മനസ്സിലായോ? അതായത് ഇത്ര 10 മിനിറ്റ് ടർഫ് വലിയ സോണായിരിക്കും. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 8 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സോൺ എങ്ങോട്ടാ ഷിഫ്റ്റ് ആവുന്നത് കാണിക്കും. എന്നിട്ട് 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അത് ഷിഫ്റ്റ് ആവും ആ ഒരു സോണിലോട്ട്, മനസ്സിലായോ? മറ്റേതുപോലെ മറ്റേ ക്യാമ്പ് ചെയ്തിരുന്ന് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് മറ്റേ ഇവിടെ ഉണ്ടായിരുന്നില്ലേ TKRP എവിടെയോ ഇങ്ങനത്തെ സെയിം സാധനം? TKRP ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഈ സെയിം കളിച്ചത്. ഇവിടെ V1 ഇവിടെയാണ് TKRP എവിടെയും കണ്ടിട്ടുണ്ട്. ഇവിടെ മറ്റേ കിങ് ഓഫ് എക്സ്റ്റാൻഡീസ് ഒക്കെ നടത്തില്ലേ, അതല്ലേ അങ്ങനല്ല നടത്തി. ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ പണ്ട് അട്ടപ്പാടിയുള്ള സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ട്. ചത്ത് നമുക്ക് ടർഫ് കാണാൻ പറ്റുമോ പോയാ? പിന്നെന്താ, ടർഫ് അവിടെ തന്നെ കാണും. നമുക്ക് പോവാം. പക്ഷെ മറ്റേ മാർക്കിംഗ് ഒന്നുമില്ലല്ലോ വാസവനെ, മാർക്കിംഗ് ഒന്നും വന്നിട്ടില്ല. എന്ത് പബ്ജി പിന്നെ കണ്ടിട്ടില്ല. വട്ടം കാണും, വട്ടം നമുക്ക് അടിക്കാം. അമ്പാടി ബ്രോ ഹായ് ബ്രോ വിളിക്കാം. എല്ലാവർക്കും ചോദിക്കാറുണ്ട് വേണ്ടിയിരുന്നതൊക്കെ. ഇല്ല, എനിക്ക് ഇത് വേണമെന്നുണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞ മണി ടർഫ് കളിക്കാൻ നോക്കണം. മണി ടർഫ് പോകണല്ലേ? പിന്നെ നമുക്ക് മണി ടർഫ് അടിക്കാം. പിന്നല്ല പാപ്പ നമ്മളൊക്കെ ഉള്ള പാപ്പ വൈഫ് ഹിയർ, ഐ എം ഹിയർ. അല്ല ഞാൻ പിന്നെ ഇനി വേറെ ഏതെങ്കിലും KVA ക്ലാഷ് ആവുമെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് മെയിനായിട്ട്. അപ്പൊ നാളെ തൊട്ട് വാറെന്തടിയും? വാറ് വേഗം അടിക്കണം. അല്ലല്ലോ നാളെ ടർഫ് ഉണ്ടെങ്കിൽ തന്നെ അമ്മയുടെ കൺസെപ്റ്റിന്റെ 10:30. ഈ ടർഫൊക്കെ 10 മണി തൊട്ട് തുടങ്ങും. നമ്മുടെ ടർഫ് തീർന്നു വന്നാലും അമ്മയുടെ കൺസെപ്റ്റ് ചിലപ്പോൾ തീരത്തില്ല. കൺസെപ്റ്റ് പെട്ടെന്ന് കഴിയും. അപ്പൊ അതൊക്കെ തോന്നാ കൺസെപ്റ്റ് ഒക്കെ പെട്ടെന്ന് തീരും. 10:30 തുടങ്ങാൻ ഒരു അരമണിക്കൂർ എടുക്കത്തില്ലടാ, 11 ആവത്തില്ലടാ. അതിനുള്ളിൽ നമ്മള് തീർത്ത് തരത്തില്ലേ ഇത്? നമുക്ക് ഇന്നെ വാറങ്ങ് അടിച്ചു തീർത്താലോ? ആ എനിക്ക് ഇങ്ങനെയൊക്കെ ഇല്ല. എന്നാലും അവര് വിടണ്ടായിരുന്നു. നാളെ തന്നെയാണ് ടർഫ് ഉറപ്പാണോ? തലേന്നാണോ വിളിക്കണേ? അത് അങ്ങനെയാണെന്ന് ഉറപ്പില്ല വാസവൻ, തിരക്കിട്ട് പറയാം. കാരണം ഒരാഴ്ചയായിട്ട് ഇപ്പൊ മറ്റവരുടെ കയ്യിൽ ഇരിക്കുമല്ലേ ടർഫ്, ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ. സോ അതുകൊണ്ട് ചിലപ്പോ നാളെ തന്നെ ചിലപ്പോ ഉണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ശനിയാഴ്ചത്തേക്കോ വല്ലതും ആയിരിക്കും, അറിയത്തില്ല. ചിലപ്പോ അടുത്ത ആഴ്ചത്തേക്കായിരിക്കാം, നോ ഐഡിയ. നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലേ നാളത്തെ ടർഫ്? നാളത്തെ ടർഫോ? ഓ നമുക്ക് വേണ്ടി മറ്റേ ഡേറ്റ് വല്ല അങ്ങ് മാറ്റാൻ വല്ല പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാ? മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അണ്ണാ കേജിനൊക്കെ വിളിച്ചേ, കേജ് കല്യാണത്തിന് വരെ വിളിച്ചേ. അപ്പൊ ഇതുവരെ മാറ്റത്തില്ലേ ഡേറ്റ്? സത്യം കല്യാണം വരെ മാറ്റി. 12 പേര്. കൺസെപ്റ്റ് അല്ല 6 നാളെ ഉണ്ട് KVP ആയിട്ട്. ബട്ട് KVPയുടെ കൺസെപ്റ്റ് ആണ് നാളെ. അല്ല 15 കളിക്കാൻ എല്ലാവർക്കും ചാൻസ് കിട്ടില്ലല്ലോ. ടർഫ് മാറ്റി അല്ലേ ഇടണം. അത് കുഴപ്പമില്ല, 4 ടർഫില്ല വിളിക്കാം. പിന്നെ ഇതല്ല, വേറെ സാധനം കൂടെ വരും ഇനി. മറ്റേ ഇതുണ്ടല്ലോ ബോഗ്, ആ സെറ്റപ്പ് ഉണ്ട്. അതായത് വാർസോൺ ആയിട്ട് വരും. ഇതേമാതിരി അതെങ്ങനെയാണെന്നറിയോ? ഇന്നൊരടി അടിച്ചാൽ മറ്റന്നാ വീണ്ടും അടിക്കണം, അങ്ങനെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കാം. ഇങ്ങോട്ട് ഡെയിലി ഫുൾ അടിയായിരിക്കുമല്ലോ. അത് അടുപ്പിച്ച് അങ്ങനെ വന്നാൽ അങ്ങനെങ്കിലും നീയൊക്കെ സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. അത്ര തന്നായില്ലടാ, എനിക്ക് തോന്നുന്നില്ല സിറ്റുവേഷൻ വരും. ഞാനൊക്കെ സമാധാനം. ഞാനല്ല ഇന്നത്തെ സിറ്റുവേഷൻ പിടിച്ച സെക്കൻഡാണ്. അണ്ണ ഞാൻ പോവില്ല അണ്ണ. ഞാൻ പറയാ അണ്ണ. അപ്പൊ നാളത്തെ